എന്താണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 20-ലധികം പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അർശ് നമ്മളെ തലയിൽ നല്ല അടിച്ചു കയറണം കേട്ടോ. എന്താണ് അർശ് എന്നുള്ളത്? അപ്പൊ 20-ലധികം പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് അറിയോ? അർശുർ റഹ്മാൻ, പരമകാരുണികന്റെ അർശ് എന്ന് പറയുന്നത് ഹുവ അഅ്ളമുൽ മഖ്ലൂഖാത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമേറിയതാണ്, ഏറ്റവും വമ്പിച്ചതാണ്. അതുപോലെ തന്നെ വിശാലവുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവും വമ്പിച്ചതും വിശാലവുമാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത്. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവനാണ് ആ മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവ്. അർശ വാക്കർത്ഥം എന്താണ്? സിംഹാസനം എന്നാണ്. അപ്പൊ ഈ സിംഹാസനം അല്ലെങ്കിൽ രാജകീയ പീഠം എന്നൊക്കെ വാക്കർത്ഥം നൽകിയിട്ടുള്ളത് അതിന്റെ ഒരു പരിമിതമായ വാക്കർത്താണ്. വക്കാന അർശുഹു അലൽ മാ, അവന്റെ അർശ് എന്ന് പറയുന്നത്, അവന്റെ സിംഹാസനം എന്ന് പറയുന്നത് അത് വെള്ളത്തിന്മേലായിരുന്നു എന്നാണ്. ആ സിംഹാസനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആദ്യമേ ഉണ്ടായിരുന്നു, അവനല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല, അള്ളാഹുവാണ് ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. അവന്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലായിരുന്നു. പിന്നീട് അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. അങ്ങനെ അതെല്ലാം ഒരു വ്യക്തമായ പ്രമാണത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൊക്കെ അത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർശാണ് അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ വസ്തു എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അർശാണ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തു. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോധിക്കുക, ആരോഹണം ചെയ്യുക, അതിനാണ് ഇസ്തിവാ എന്ന് പറയാം. അപ്പോൾ ആ ആദ്യത്തെ സൃഷ്ടി അർശാണെന്നും അതിന്മേൽ അള്ളാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നുവെന്നും 7 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇസ്തവാ അലൽ അർശ്, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് 6 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 6 ഘട്ടങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അങ്ങനെയുള്ളവനാണ് അള്ളാഹു എന്ന് വേറെ ഒരു സ്ഥലത്ത് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതുമെല്ലാം 6 ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ അവൻ്റെ അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ആരോഹണം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹ്ക്ക് പുറമെ വേറൊരു രക്ഷാധികാരിയും ശുപാർശകനും ഇല്ല എന്നുള്ളത് ഈ അർശിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടും പിന്നെ വേറെ ആൾക്കാർ എന്തിനാണ് ആരാധിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ പരമകാരുണികനായ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലോ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച പരിശുദ്ധമായ സുന്നത്തിലോ നമുക്ക് അറിയിച്ചെന്ന കാര്യങ്ങൾ യാതൊരു മാറ്റത്തിരുത്തലുകളോ വ്യാഖ്യാനങ്ങളോ ഒന്നുമില്ലാതെ അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അപ്പോൾ അർശാറിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, വേറെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുക. അർശാറിനാൽ ഇപ്പോൾ വലിയൊരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു സാധനം ഇത് നമ്മൾ ഇമാജിൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സൃഷ്ടികളോട് ഉപമിക്കപ്പെടാൻ പാടില്ല. സാദൃശ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള രൂപം നമ്മുടെ തലയിൽ ഉണ്ടാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും സലഫുകളുടെ മാർഗമേ അല്ല. അള്ളാഹിനെ കുറിച്ച് ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന ഏത് കാര്യമാണെങ്കിലും, പ്രത്യേകിച്ചും ഈ കാര്യമൊക്കെ ആണെങ്കിൽ അത് നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്യാതെ ഉറച്ചണ വിശ്വസിക്കുക. അതിനാണ് വിശ്വാസം എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണം അവൻ്റെ പരിശുദ്ധിക്ക് യോജിച്ച തരത്തിലാണ് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ, അവൻ്റെ വിശേഷണങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്, വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി പോലെയുള്ള ആൾക്കാർ യാതൊരു മാറ്റത്തിരുത്തലും വരുത്താതെ, യാതൊരു നിഷേധവും കൂടാതെ, മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാതെ, അത് രൂപപ്പെടുത്താതെ, ചിത്രീകരിക്കാതെ, അത് അതേപോലെ വിശ്വസിക്കാതെ എന്നതാണ് വിശ്വാസിയുടെ നിലപാട്. അങ്ങനെ വിശ്വാസികൾ ഉണ്ടായിരിക്കേണ്ടതെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇസ്തിവ, എങ്ങനെയാണ് അർശ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കാനേ പാടില്ല എന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാർ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത് പോലെയാണോ അത് അന്വേഷിക്കുക പോലും ചെയ്യാൻ പാടില്ല. കാരണം സഹാബത്ത് ആരും ഇത് പറഞ്ഞപ്പോൾ നബിയെ എങ്ങനെയാണ് അള്ളാഹ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അർശ് എന്നവർ ചോദിച്ചിട്ടില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഖുർആനിലുള്ള ഈ ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോൾ
അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തത് എന്ന് ഇമാം മാലിക് റഹിമഹുള്ളാഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണല്ലോ, അൽ ഇസ്തിവാ മഅലൂമുൻ. ഇസ്തിവാ പറഞ്ഞത് ആരോഹണം ചെയ്യാൻ തന്നത് അത് മഅലൂമായ കാര്യമാണ്, അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫ് മജ്ഹൂലുൻ, പക്ഷെ എന്താണ് അതിൻ്റെ രൂപം അജ്ഞാതമാണ്, അറിയാത്ത കാര്യമാണ്. അത് ഉണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് അജ്ഞാതമായ കാര്യമാണ്. എന്നാൽ വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ അത് ബിദ്അത്താണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹു അർശിലിരിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്, അത് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അവരുടെ ഭാവനകൾക്കും രൂപങ്ങൾക്കും എല്ലാറ്റിനും അതീതമാണ് അള്ളാഹു. അതുകൊണ്ടാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ വേറൊരു വസ്തുവില്ല. വലൻ യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായ ഒരാളുമില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം. അപ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹുടെ അർശ്, എങ്ങനെയാണ് അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, ഇസ്തിവാ മാലൂമാണ്, ഇസ്തിവാ അറിയപ്പെട്ട കാര്യമാണ്, പക്ഷേ അതിൻ്റെ കൈഫിയത്ത് എന്താണ്, മജ്ഹൂലായ കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു ആലം, അപ്പോഴാണ് വിശ്വസിയാവുള്ളൂ. ഒരൊറ്റ സഹാബത്തുകൾ നോക്കി, ഓല ദൃഢത നോക്കി. നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ, അൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മറ്റേതിനെ കുറിച്ച് പറയുമ്പോഴും സഹാബാക്കൾ സമീഅനാ വഅതഅനാ അങ്ങനെ ഇരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ സിംഹാസനാരോഹണം ഏത് തരത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. സലഫുസ് സാലിഹീകളായ ആളുകൾ എന്തനുഷ്ഠിച്ചുവോ എന്ത് പറഞ്ഞുവോ അവരുടെ മൻഹജ് പിൻപറ്റലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഇന്ന മാതിരിയാണെന്ന് വ്യാഖ്യാനിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ മസ്ഊല, എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ പോകരുത്. കേൾവിയെക്കുറിച്ച് ചോദ്യം ചെയ്യും, ഹൃദയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും, കാഴ്ചയെക്കുറിച്ച് കേൾവിയെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്നത് ഒരിക്കലും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ട കാര്യമല്ല. അത് യഥാർത്ഥമാണെന്നതിനും അതുപോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതിനും പ്രമാണങ്ങളിൽ ധാരാളം തെളിവുകളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കണ്ടു. ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. അതെനിക്കറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ ദൂതനുമാണ് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പോകുന്നത് അർശിന് താഴെ സുജൂദ് ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്. അർശിന് താഴെ സുജൂദ് ചെയ്യണം. വീണ്ടും അത് ഉദിക്കാൻ വേണ്ടി അനുമതി ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു അനുമതി നൽകുന്നു. പിന്നെയും അത് സുജൂദ് ചെയ്യാറാകുന്നു. എന്നാൽ അത് സ്വീകരിക്കപ്പെടില്ല. അതിനോട് പറയും, നീ വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊന്ന് പറയും. അപ്പോൾ അത് അതിൻ്റെ അസ്തമയ സ്ഥാനത്തേക്ക് തന്നെ പോകും. പിന്നെ ഞാൻ അവിടുന്ന് ഉദിക്കുമെന്നാണ് പറയുന്നത് കുറേ കാലം കഴിയുമ്പോഴേ. അപ്പോൾ നീ വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ ആ അസ്തമയ സ്ഥാനത്തേക്ക് തന്നെ അത് പോകും. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അർശുണ്ട് എന്ന് ഉറപ്പാണ്. സൂര്യാചന്ദ്രന് അതിന് താഴേക്ക് പോകണമെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണം കാരണം അർശ് കുലുങ്ങിയെന്ന് നമ്മൾ ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൂടെ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അതാണ് അർശ് എന്ന് പറയുന്നത്. ഈ അർശ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആകാശ ഭൂമികളെക്കാൾ അതിലധികവും എത്രയോ വലിപ്പമുള്ളതാണ് അർശ് എന്ന് പറയുന്നത്. കുർസി തന്നെ ആകാശഭൂമികളെക്കാൾ വലിപ്പമാണ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമാണ് അർശ് എന്ന് പറയുന്നത്. അപ്പോൾ അർശിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൽ അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ വിശ്വസിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.